എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഞാൻ 2 പിള്ളേരെയും വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു ചെറിയൊരു ട്രാവലിംഗ് ഉണ്ടാവും കേട്ടോ. അധികം ദൂരമൊന്നും പോയില്ല, കാരണം കുഞ്ഞും കുട്ടും ഞങ്ങളെ വിട്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കില്ല. അവരുറങ്ങുന്ന സമയത്തായിരിക്കും ഞങ്ങളിങ്ങനെ ഇറങ്ങാറ് കേട്ടോ. അങ്ങനെ ഒടുക്കത്തെ വെയിലും താണ്ടി ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് ഞണ്ടൻകിഴായ വരെ പോയി. ഞണ്ടൻകിഴ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഇതാ ഞങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഷാമു എന്തോ എനിക്ക് തോന്നുന്നു ഒരു മിൽക്ക് സർബത്ത് എന്തോ ആണ് വാങ്ങിയത്. എനിക്കത് വല്ലാതെ ഇഷ്ടമായില്ല. എന്നാലും കരിമ്പ് ജ്യൂസ് എനിക്ക് എവിടെ നിന്ന് കുടിച്ചാലും എനിക്ക് ഓക്കെയാണ്. വീട്ടിലേക്ക് കുറച്ച് കരിമ്പ് ജ്യൂസും വാങ്ങി ഞങ്ങൾ നേരെ പോയി. ഇതവിടെ സ്വർണ്ണ നിറം പട്ടുപോലെ വിരിഞ്ഞ് കിടക്കുന്ന നമ്മുടെ നെൽപ്പാടങ്ങളാണ് കേട്ടോ. കാണാൻ എന്ത് മനോഹരമാണ്. ഇവിടെ വരുമ്പോൾ മാത്രമേ അത് കാണുള്ളൂ. വൈകുന്നേരം ആയപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും എല്ലാവരും കൂടെ ഞങ്ങൾ ചിങ്ങഞ്ചാറയിൽ പോയിട്ടോ. ചിങ്ങഞ്ചാറയിൽ പോയി കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കുറേ നാളായി അത് ആഗ്രഹിക്കുന്നു ചിങ്ങഞ്ചാറയിൽ പോകണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിന് സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കാമ്പ്രച്ചള വഴി വരുന്ന സമയത്ത് നമ്മുടെ അമ്പലത്തിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇന്നാണ് ലാസ്റ്റ് ദിവസം. നമ്മുടെ ആനയൊക്കെ വന്നിട്ടുണ്ട്. 3 ആന ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമ തരുന്നതായിരുന്നു. ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ. സീ യു.